യുടെ ആഴങ്ങൾ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. കത്തിയമരുന്ന ഈ കുടിലുകളുടെ കൂമ്പാരത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന പുക പോലെ നിങ്ങളുടെ ഹൃദയത്തിലെ മുറിവുകളിൽ നിന്നും രക്തം കിനിഞ്ഞിറങ്ങുന്നത് ഞങ്ങൾ അറിയുന്നു. കുറച്ചു മുന്നേ വരെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകമായിരുന്ന ഈ കൊച്ചു ഗ്രാമം ഇന്നത് കണ്ണീരിന്റെയും വെണ്ണീരിന്റെയും താഴ്വരയായി മാറിയിരിക്കുന്നു. എനിക്കറിയാം, ഈ പരീക്ഷണത്തിന്റെ കാഠിന്യത്തിൽ നിങ്ങൾ തളർന്നു പോയിട്ടുണ്ടാകുമെന്ന്. നിങ്ങളിൽ നിന്നും ആ അക്രമികൾക്ക് നിങ്ങളുടെ സമ്പാദ്യങ്ങളെല്ലാം കൊള്ളയടിക്കാൻ കഴിഞ്ഞു. സന്തോഷം കൊണ്ട് മാത്രം നിറഞ്ഞിരുന്ന നിങ്ങളുടെ കുടിലുകളിൽ അവർ കത്തിച്ചു. നിങ്ങളുടെ ഹൃദയത്തോട് നിങ്ങൾ ചേർത്തു നിർത്തിയ, നിങ്ങൾ കൈപിടിച്ചു നടന്ന പ്രിയപ്പെട്ടവരുടെ ജീവൻ എടുക്കാനും അവർക്ക് കഴിഞ്ഞു. പക്ഷേ അവർക്ക് കൊള്ളയടിക്കാൻ കഴിയാത്ത, അവർക്ക് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു അമൂല്യനിധി ഇപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ട്. അതാണ് നിങ്ങളുടെ പ്രതീക്ഷ, നിങ്ങളുടെ ധൈര്യം, ഇനിയും വേറിട്ടു പോകാത്ത നിങ്ങളുടെ ഇച്ഛാശക്തി. ഭൗതികമായി നമ്മൾ സൂക്ഷിച്ചതെല്ലാം നശിച്ചു പോകും. അപ്പോഴും അനശ്വരമായത് ആത്മാവിന്റെ ശക്തിയാണ്. പ്രിയപ്പെട്ടവർ വിട്ടുപോയതിന്റെ വേദന വിവരണാതീതമാണ്. പക്ഷേ അവരുടെ ഓർമ്മകൾ എന്നും നമ്മുടെ ഹൃദയത്തിൽ ഒരു കെടാവിളക്കായി പ്രകാശിക്കണം. ആ വെളിച്ചം നമുക്കെന്നും ഒരു വഴികാട്ടിയായി മാറണം. നമ്മൾ നടന്നെടുക്കേണ്ടത് പ്രതികാരത്തിന്റെയോ പ്രക്ഷോഭത്തിന്റെയോ ഇരുട്ടിലേക്കല്ല, മറിച്ച് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പ്രകാശത്തിലേക്കാവണം. പ്രതികാരത്തിന്റെ തീ കെടുത്താൻ ചെറുത്തുനിൽപ്പിന്റെ ജലത്തിനു മാത്രമേ സാധിക്കൂ. ഗ്രാമവാസികളെ, നിങ്ങൾ എഴുന്നേൽക്കൂ. ഈ മണ്ണ് നമ്മുടേതാണ്, നമ്മുടെ പൂർവികരുടേതാണ്. നമുക്കിത് വീണ്ടും പടുത്തുയർത്തണം. ഇതിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പുതുനാമ്പുകളെ തളിരണിയിക്കണം. കൂരിരുട്ട് ആണെങ്കിലും വെളിച്ചത്തിന്റെ ചെറിയൊരു കീറിന് പോലും ആ ഇരുട്ടിനെ ഇല്ലാതാക്കാൻ കഴിയും. അതിലേക്ക് പ്രകാശത്തിന്റെ കണികകളെ വീഴ്ത്താൻ സാധിക്കും. ദൈവം നമ്മോടൊപ്പമുണ്ട്. നമ്മൾ ഉണരണം. നാളെ നമുക്ക് പുതിയൊരു ദിനമാണ്, പുതിയൊരു തുടക്കവും. واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا